ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എന്നാൽ കാലറീസ് വളരെ കുറവുമാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കായാലും മുതിർന്നവർക്കായാലും ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കാനായിട്ട് പലർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? ഇത് സ്വാദോടുകൂടി എന്നാൽ പോഷകഗുണങ്ങൾ നഷ്ടപ്പെടാതെ എങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വിഭവം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മുളപ്പിക്കുന്നത് മൂലം ഈ പ്രോട്ടീൻസ് വളരെ എളുപ്പത്തിൽ ഡൈജസ്റ്റായി നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ച് ചേർക്കാവുന്നതാണ്. 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയാകും. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് നമ്മുടെ സുഗമമായ ദഹനത്തിന് സഹായിക്കുന്നു. ഈ മുളകളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിന് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ കൂടി ചേർക്കാം. ഈ മുളപ്പിച്ച ചെറുപയർ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അസിഡിറ്റിയാണ് ഇപ്പോൾ പല അസുഖങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഇത് അസിഡിറ്റി കുറച്ച് നമ്മുടെ ശരീരത്തിൻ്റെ pH ലെവൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ ഒരു ചെറുപയറിന് ആവശ്യമായ ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഒരു വലിയ ജാറിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് നല്ലത്. ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും കാലറീസ് വളരെ കുറവായതുകൊണ്ടും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ. ക്രഷ് ചെയ്തതിന് ശേഷം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളൊക്കെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ പുട്ടുപൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നനച്ചെടുക്കാം. ഈ നനച്ച പുട്ടുപൊടിയിലേക്ക് നമുക്കിനി ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ പുട്ടിനുണ്ടാവുക. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല. കറിയില്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മുളപ്പിച്ച ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. മുളപ്പിച്ച പയറിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നല്ലപോലെ സ്പൂൺ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ പുട്ടുണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. പുട്ടുകുറ്റി നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൂടി മുകളിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇതിൻ്റെ മുളയിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഞാനിത് ആവി കയറ്റാനായിട്ട് വയ്ക്കുകയാണ്. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവി കയറി വരും കേട്ടോ. നമ്മുടെ സാധാരണ പുട്ട് വേവിക്കുന്ന സമയം തന്നെ മതി ഇതും വേവിച്ചെടുക്കാനായിട്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിന്നിൽ ചുളിവുകൾ വരാതെ തടയാനും കൊളാജൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ നമ്മുടെ മുടിക്കും ഒരുപാട് നല്ലതാണ്. നല്ല കരുത്തുറ്റ മുടി വളരാനും അകാല നര തടയാനും ഒക്കെ ഇതിലടങ്ങിയിരിക്കുന്ന സിങ്കും സെലേനിയം ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നത്.
നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് സാലഡായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പയർ ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കഷ്ണം പച്ചമുളക് ചേർക്കുകയാണ്. ഒരല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടി ചേർക്കുകയാണ്. പലതരം ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവും ഈ മുളപ്പിച്ച ചെറുപയറിനുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് വളരെ എളുപ്പമല്ലേ, നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. ഫോളിക് ആസിഡും അയേണും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഇതാ ദോശാപ്പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലും ഇത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. ചെറുപയർ മാത്രമല്ല, വേറെ ഏത് പയറും മുളപ്പിച്ച് ഇതുപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല തിന്നായിട്ട് പരത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനി പാനിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പുട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. നല്ല പഞ്ഞി പോലുള്ള പുട്ടാണിത്. അപ്പോൾ ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ദോശ കഴിക്കാനായിട്ടും കറിയോ ചട്നിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദോശ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാൽ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇതുപോലെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ള വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ. ഒരുപാട് പേര് കണ്ട് നല്ല റീച്ച് കിട്ടിയ വീഡിയോസാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.